ഓം അഗത്തീശ്വരായിരുന്നു. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയം ഗുരുക്കൾ. ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ഒരു 4-5 മിനിറ്റിന്റെ ഉള്ളിൽ നിർത്താൻ നോക്കാം. കുറച്ച് ലോങ് വീഡിയോ ചെയ്ത് കണ്ട് ആളുകൾക്ക് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ വീഡിയോ കാണുക. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ടിപ്പായിരിക്കും. അപ്ലൈ ചെയ്ത് നോക്കുക, ശരിയാവുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ കുറേ വലിയ വീഡിയോയും ചെറിയ വീഡിയോയും ഒരു പോയിന്റ് തന്നെ പറയുന്ന വീഡിയോയും ഒരു വീഡിയോയിൽ തന്നെ ഒത്തിരി പോയിന്റുകൾ ഒരുമിച്ച് പറയുന്ന വീഡിയോകളൊക്കെ ഉണ്ട്. നിങ്ങൾ ജ്യോതിഷത്തിൽ ഏത് നിലയിലാണ് എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് പല വീഡിയോ കാണുമ്പോൾ പല അഭിപ്രായമായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒരു 10-15 വീഡിയോ ഒക്കെ അവിടെ നിന്നും കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചാനലിൽ എന്തോരോ കാര്യങ്ങളുണ്ടെന്ന്. 100-300-ലധികം വീഡിയോസ് ഞാൻ ഇതിൽ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് പറയാൻ പോണത് ഒരാളൊരു ഡൗട്ടാണെന്ന് ചോദിച്ചിരുന്നത്. 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്നാ ചോദിക്കുന്നത്, അത് നല്ലതായിരിക്കും എന്നാ ചോദിക്കുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ചന്ദ്രൻ ലഗ്നം മേഷമാണെങ്കിൽ ചന്ദ്രൻ എവിടെ ആയിരിക്കും? 7-ാം ഭാവം. അങ്ങനെ മാറി വരും. അറിയാലോ നിങ്ങൾക്ക്. 7-ാം ഭാവം മാറി വരും. ലഗ്നം ഇതാണെങ്കിൽ ചന്ദ്രൻ ഇതായിരിക്കും. ലഗ്നം ഇതാണെങ്കിൽ ചന്ദ്രൻ ഇത്. ലഗ്നം ഇതാണെങ്കിൽ ചന്ദ്രൻ ഇവിടെ. ലഗ്നം ഇതാണെങ്കിൽ ചന്ദ്രൻ ഇവിടെ. ലഗ്നം ഇതാണെങ്കിൽ ചന്ദ്രൻ ഇവിടെ. ഇത് 7-ാം ഭാവട്ടാ. ഇതപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ജാതകം നോക്കണ സമയത്ത് ചന്ദ്രന് 7-ാം ഭാവത്തിൽ നിൽക്കേണ്ടെന്ന് ഏത് രാശിയിൽ നിൽക്കണമെന്ന് നോക്കണം. കാരണം ഓരോ രാശിക്കും വ്യത്യാസമുണ്ട്. ഇത് ചന്ദ്രൻ നിൽക്കുന്ന ശുക്രന്റെ രാശിയാണ്. ഇവിടെ ചന്ദ്രൻ നിൽക്കുന്ന ചൊവ്വയുടെ രാശിയാണ്. ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നത് വ്യാഴത്തിന്റെ രാശിയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ചന്ദ്രൻ നിൽക്കുന്ന രാശിക്ക് വ്യത്യാസം ഉണ്ടാവും. ചന്ദ്രനൊരു ഗുണമുണ്ട്, അതാണത്. ചന്ദ്രൻ ആരോടും ശത്രുതയില്ല. പക്ഷെ ചന്ദ്രനോട് ശത്രുതയുള്ള ഗ്രഹങ്ങളാണ് ഈ ശനിക്ക്. ചന്ദ്രന ഒട്ടും ഇഷ്ടമല്ല. ഈ 2 രാശികളിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ രാശിയാധിപന് ഇഷ്ടമല്ല, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ശുക്രന് ചന്ദ്രനോട് വലിയ അടുപ്പം ഇല്ല. അപ്പോ ചന്ദ്രനോട് വിരോധം ആർക്കൊക്കെ എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ഉണ്ട്. ബുധന് ചന്ദ്രനെ കണ്ണെടുത്താ കണ്ടുകൂടാ. അപ്പൊ ജീവേന്ദുഷ്ണോ അരിസിതാർക്കി സമോ മിത്രേ സൂര്യസുത ബുധസ്യ ഹിമകു ശത്രു സമശ്ചാപരെ. അപ്പൊ ബുധന് ചന്ദ്രനെ കണ്ടുകൂടാ. അപ്പൊ ഇത് നിക്കണ രാശി റിവേഴ്സ് ശത്രുത വരാൻ സാധ്യതയുള്ള രാശികളുണ്ട്. ഇതിലൊക്കെ ഫലം വേറെ ആയിരിക്കും. എങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചന്ദ്രൻ എന്ന് കേൾക്കുമ്പോ ചന്ദ്രന്റെ കാരകത്വങ്ങൾ പല കാരകത്വമുണ്ട്. അമ്മയാണ്, മനസ്സാണ്, നമ്മുടെ മെറ്റീരിയൽ ബോഡിയാണ്, ശരീരമാണ്, യാത്രകളാണ്, ഒത്തിരി പറയാം. ഓരോ വിഷയത്തെ കണക്ട് ചെയ്തിട്ട് പല കാരകത്വം പറയാം, അല്ലെ? അപ്പൊ ഇതില് ചന്ദ്രന്റെ ഒരു പ്രധാനപ്പെട്ട കാരകത്വമാണ് ചഞ്ചലത, ഇൻകൺസിസ്റ്റൻസി. ഇവൻ വളർപ്പിറയിൽ വളരും, തേയ്പിറയിൽ തേയും. കൃഷ്ണപക്ഷത്തില് ഇവൻ കുറഞ്ഞു കലകൾ കുറഞ്ഞു വരും. ഉഷ്ണപക്ഷത്തിൽ കയറി വരും. ഇവൻ ചില സമയത്ത് പെണ്ണായും ചില സമയത്ത് ആണായിട്ടും വർക്ക് ചെയ്യും. ചന്ദ്രൻ ചില സമയത്ത് ചന്ദ്രികയായി മാറും, അല്ലേ? ചില സമയത്ത് ഇവൻ ഇവളായി മാറും. അതുകൊണ്ടാണ് ഇന്ദുമതി, ചന്ദ്രിക, ചന്ദ്രൻ എന്നൊക്കെ പല പേരുകൾ വരുന്നത്. ഇവൻ സൂര്യന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് പെണ്ണായിട്ട് ചന്ദ്രികയായിട്ട് മാറും. എന്നാൽ ചില സമയത്ത് ഇവൻ ബുധന്റെ ഒക്കെ അങ്ങനെ കൂടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവൻ ചിലപ്പോ ആണായിട്ടും വരെ മാറും. അപ്പൊ ഇത്തരത്തിൽ ചന്ദ്രൻ സ്വഭാവമുണ്ട്. അപ്പൊ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവമുണ്ട്. പലരും ചന്ദ്രൻ ഈ വളർപിറ ചന്ദ്രൻ അല്ലെങ്കിൽ പക്ഷബലമുള്ള ചന്ദ്രൻ നിൽക്കുന്നത് നല്ലതാണെന്ന് പറയുമെങ്കിലും പല ഫീച്ചേഴ്സ് ഇവിടെ എടുത്ത് നോക്കിയിട്ട് വേണം ചിന്തിക്കാനായിട്ട്. ഇപ്പൊ 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ ദിഗ്ബലമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പൊ ദിഗ്ബലത്തിന്റെ ബലം കിട്ടും. 4-ാം ഭാവം ഇപ്പൊ സപ്പോസ് ചന്ദ്രൻ ഇപ്പൊ 7-ാം ഭാവത്തിന്റെ പറയണം. അപ്പൊ 4-ാം ഭാവത്തിലേക്ക് നമ്മൾ ചിന്തിക്കണ്ട. ചന്ദ്രൻ 4-ാം ഭാവത്തിലാണ് ദിഗ്ബലമുള്ളത്. ശനിക്കാണ് 7-ാം ഭാവം എടുക്കേണ്ട ആവശ്യമുള്ളത്. ഇതിലെല്ലാത്തിലും പലതിലും നിങ്ങൾക്ക് ബേസിക് അസ്ട്രോളജി ആണ് നിങ്ങൾ മനസ്സിലാക്കിയേക്കണമെങ്കിൽ പലതിക്കും നിങ്ങൾക്ക് വിധി വൈപരീത്യം തോന്നാം. ഒരു വിധി അടുത്തായിട്ട് മാച്ച് ചെയ്യണമല്ലോ എന്ന്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട, ഒരു വിധിയല്ല വേറെ വിധി. ഒരു വീട്ടിൽ ഒരു മനുഷ്യനുണ്ട്. അവനോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവൻ ദേഷ്യപ്പെടും, ചില കാര്യങ്ങൾ പറയുമ്പോൾ അവൻ നല്ല മനസ്സോടുകൂടി ഇരിക്കുന്നു പറയുന്ന മാതിരിയാണ് ഒരു ഗ്രഹം. ചില കാര്യങ്ങളാണ് ഓരോരോ ബലങ്ങളെ കുറിച്ച് കാണിക്കണം. അപ്പോൾ ഇവിടെ പറയുന്ന കേസുള്ളൂ. ചന്ദ്രനെ 7 നിന്ന് കഴിഞ്ഞാലേ
ദാമ്പത്യ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത് രാശിയിലാണെങ്കിലും അതിന് പല ഫീച്ചേഴ്സ് ഉണ്ട്. ചില രാശികളിൽ ഉണ്ടാവില്ലെങ്കിലും നിങ്ങളുടെ ജാതകം എടുത്തു നോക്കിയോ, 7 ചന്ദ്രൻ നിൽക്കുമ്പോൾ പല പ്രശ്നം ഉണ്ടാവാറുണ്ട്. കാരണം വിവാഹ ഭാവത്തില് ചഞ്ചലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി. ഇപ്പൊ നിങ്ങളുടെ ദാമ്പത്യം ഒരു ദിവസം നല്ലതാണെങ്കിൽ പിറ്റേ ദിവസം ഉദ്ദേശിക്കുന്ന അങ്ങനല്ല, കുറച്ച് സമയം നന്നായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം പ്രശ്നങ്ങൾ വരാം. ദാമ്പത്യ പ്രശ്നങ്ങൾ സാധാരണ രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ രാശിയിലൊക്കെ, സിംഹരാശിക്ക് ഇവിടെ ചന്ദ്രനൊക്കെ നിൽക്കുന്നു, കർക്കിടക രാശിക്ക് ഇവിടെ ചന്ദ്രനൊക്കെ നിൽക്കുമ്പോഴൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതിന്റെ കൂടെ ഏറ്റവും പ്രശ്നമാണ് ചന്ദ്രന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജിയുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടി. അപ്പൊ രാഹു കേതുക്കളുടെ ദൃഷ്ടിയൊക്കെ ഇവന്മാർക്കുണ്ട്. ഗുളികനായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ പണിയാവും. അപ്പൊ ചന്ദ്രൻ ചഞ്ചലത ഉണ്ടാക്കും. ഫ്ലെക്സിബിലിറ്റി മാത്രമല്ല, ചില സമയത്ത് കൂടുതൽ ഫ്ലെക്സിബിൾ ആയി പോയിട്ട് ഇപ്പൊ ചില ബുധന്റെ ഒക്കെ ദൃഷ്ടിയൊക്കെ ചന്ദ്രന് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രോബ്ലത്തിൽ പോയി ചാടാനുള്ള സാധ്യതയുണ്ട്. വഴിവിട്ട ബന്ധങ്ങൾക്ക് മറ്റുള്ളതിനൊക്കെ പോയി ചാടാനുള്ള സാധ്യതയുണ്ട്. ആരായിരിക്കും പോയി ചാടണേ? 7ാം ഭാവം ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്പൗസുകൾ മൂലമായിരിക്കുമല്ലോ നിങ്ങൾക്ക് ദാമ്പത്യ പ്രശ്നം ഉണ്ടാവുന്ന. ബി കെയർഫുൾ. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ജസ്റ്റ് ഉള്ള പോയിന്റ്സ് മാത്രം വെച്ചിട്ട് നിങ്ങളുടെ ജാതകത്തിൽ ഇനി അങ്ങനെ വരുമെന്ന് ചിന്തിക്കേണ്ട. അത് വരുമോ ഇല്ലയെന്ന് നോക്കണമെങ്കിൽ മൊത്തം ചാർട്ട് നോക്കിയിട്ട് അസ്ട്രോളജിക്കലി എല്ലാ കാര്യങ്ങളും 10-52 കാര്യങ്ങൾ നോക്കണം ഗ്രഹത്തിന്റെ തന്നെ. എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ അത് ഓൾറെഡി ഉണ്ടെങ്കിൽ, ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രൻ ഇങ്ങനെ നിൽക്കണ്ടല്ലേ എന്റെ പൊന്നു, ഇനി ഭാര്യനെ ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിതിങ്ങനെ കർമ്മവിനയായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് അതിനുള്ള പരിഹാരങ്ങൾ പ്രാക്ടിക്കലി ആൻഡ് സ്പിരിച്വലി ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന ഭാവം ഇപ്പൊ 7ാം ഭാവമാണ് ഞാൻ പറഞ്ഞെങ്കിൽ 4ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അവിടെയും വണ്ടി വാഹനം മുതലായ കാര്യങ്ങൾക്ക് എപ്പോഴും പരിക്കും. വീട് എപ്പോഴും വീണ്ടും വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുക, പൊളിക്കുക, പണിയുക, വാഹനങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്ന അവസ്ഥയൊക്കെ വരാം. 10ാം ഭാവമാണെങ്കിൽ കർമ്മസ്ഥാനത്തിന് ഭയങ്കരമായ ചാഞ്ചല്യങ്ങൾ ഉണ്ടാവാം. അത് കോൺസിസ്റ്റൻസിയിൽ നിലനിർത്താനായിട്ടുള്ള ടിപ്സ് ആണ് ഈ വഴിപാടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ചെയ്യണം. ചന്ദ്രൻ നല്ല ഗ്രഹമാണില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് പക്ഷബലം ഇല്ലെങ്കിൽ, അതായത് അമാവാസ്യനോട് അടുക്കുന്ന ദിവസങ്ങളിലൊക്കെയാണ് ചന്ദ്രനെങ്കിൽ പ്രശ്നം കൂടാനുള്ള സാധ്യതയും വരും. ഇതെല്ലാം ഈ ടിപ്പ് മാത്രം വെച്ചിട്ട് എവിടെയും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഫലം കണ്ടില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ 50ക്ക് 50 കൂടുതൽ ആയിട്ടുള്ള 54ഓളം പ്രോപ്പർട്ടീസ് വെച്ച് കോറിലേറ്റ് ചെയ്തിട്ടാണ് ഫലം വരിക. നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞെന്നുള്ളൂ. ഇത് ഓരോ രാശിക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ ശുക്രന്റെ ക്ഷേത്രത്തിൽ എന്ന് കഴിഞ്ഞാൽ ചന്ദ്രൻ ശുക്രന്റെ ആ രാശിയുടെ ഫലത്തെ അബ്സോർബ് ചെയ്യും. നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ബലത്തെ അബ്സോർബ് ചെയ്യും, രാശിയുടെ ബലത്തെ അബ്സോർബ് ചെയ്യും. അതിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഒരു ബലങ്ങളുണ്ട്, ആ നക്ഷത്രത്തിന്റെ ബലത്തെ അബ്സോർബ് ചെയ്യും. നിൽക്കുന്ന നക്ഷത്രം ഇപ്പൊ ചന്ദ്രന് ഈ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രമുണ്ട്. ഉത്രാടം ആണെങ്കിൽ ഉത്രാടം സൂര്യന്റെ നക്ഷത്രം, തിരുവോണം ചന്ദ്രന്റെ നക്ഷത്രം, അവിട്ടം ചൊവ്വയുടെ നക്ഷത്രം. ചന്ദ്രന്റെ നക്ഷത്രത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ബലമാണ്, കൺസിസ്റ്റൻസി കൂടുതലാണ്, അവിടെ പ്രശ്നം വരാനുള്ള സാധ്യത കുറയും. അങ്ങനെ ഇപ്പൊ ഇവിടെ മീന ലഗ്നമാണെങ്കിൽ ചന്ദ്രന്റെ നക്ഷത്ര യാത്രത്തിൽ നിന്നാലും കൺസിസ്റ്റൻസി കൂടും. ഇവിടെ വൃശ്ചിക ലഗ്നമാണ്, ചന്ദ്രൻ നിൽക്കുന്നത് രോഹിണി നക്ഷത്രത്തിലാണ്, കൺസിസ്റ്റൻസി കൂടും. അപ്പൊ അത് നിൽക്കുന്ന നക്ഷത്രം, ഇനി ചന്ദ്രൻ തന്നെ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ കൺസിസ്റ്റൻസി കൂടും. ഇനി അത് നിൽക്കണത് ചന്ദ്രൻ നിൽക്കണ നക്ഷത്രാധിപൻ പോയിട്ട് ഇപ്പൊ ഇവിടെ ചൊവ്വയുടെ അവിട്ട നക്ഷത്രത്തിലൊക്കെയാണ്, ഇവൻ പോയിട്ട് ലഗ്നത്തിൽ അങ്ങനെ ഇരുന്ന അപ്പോഴും കൺസിസ്റ്റൻസി കൂടും, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ വിധിയല്ല, വിധി വിലക്കുകൾ ആണ് ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ. വിധി മാത്രം പഠിച്ചിട്ട് ജ്യോതിഷം പറയാന്ന് നിന്ന് കഴിഞ്ഞാല് പണിയാണ്. കാരണം വിധി മാത്രമുള്ള ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കും. വെറുതെ ബുക്ക് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ അപ്പം തന്നെ പേടിക്കും. അയ്യോ ഞാനിനി എപ്പോഴെങ്കിലും ചത്തുവോ, എനിക്ക് പ്രശ്നം വരുമോ എന്നുള്ള ചിന്തയൊക്കെ ആയി പെട്ടെന്ന് നിങ്ങൾക്ക് കുഴപ്പം വരും. അതുകൊണ്ടാണ് ഇത് ഗുരുക്കന്മാരിൽ നിന്ന് തന്നെ അനലൈസ് ചെയ്ത് ലോജിക്കലി പഠിക്കണം. പ്രമാണം മാത്രം വെച്ചുകൊണ്ട് പഠിച്ചാലും പണിയാണ്. അപ്പോ ചന്ദ്രന്റെ കാര്യം പറഞ്ഞത്, ചന്ദ്രൻ ഇത് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ചില സമയത്ത് ചാഞ്ചല്യം വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന് പരിഹാരങ്ങളൊക്കെ ജ്യോതിഷന്മാര് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ കേരള അസ്ട്രോളജിയിൽ 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന പ്രശ്നമായിട്ട് പറയാറില്ല. ഇത് തമിഴ് അസ്ട്രോളജിയുടെ ഒരു റൂള് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കറുത്ത പക്ഷത്തോടെ എടുക്കുന്ന ചന്ദ്രനെ പ്രശ്നമായിട്ടും പാപനായിട്ട് എടുക്കാറുണ്ടെങ്കിലും അല്ലാത്ത ചന്ദ്രനെ എടുക്കല് കുറവാണ്.
ശരിക്കും ഇതൊരു ബലമാണ്. ഇനി ഭാവാഭാവ ബലമാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. ഒരു ഭാവത്തിന്റെ അധിപൻ വേറൊരു ഭാവത്തിൽ നിൽക്കുമ്പോൾ കൊടുക്കുന്ന ഫലമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ ചന്ദ്രൻ 8ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ വന്നിട്ടാണ് 7 നിൽക്കണമെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ ആ റൂള് എടുത്ത് നോക്കണം. ഇപ്പൊ ഏത് റൂളാണ് ആദ്യം എടുക്കേണ്ടതെന്നുള്ളത് അതിനും ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ മനസ്സിലാക്കണം. ആദ്യം എടുക്കേണ്ട റൂൾ എന്ന് പറഞ്ഞാൽ 2ാമത്തെ റൂൾ എടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഞാൻ കൺഫ്യൂഷൻ ആക്കിയതല്ല. 7 ചന്ദ്രൻ നിന്നാൽ കുറച്ച് പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ട്. എല്ലാവർക്കും അല്ല, അത് ആർക്കൊക്കെയാണോ ഉള്ളതെന്ന് നിങ്ങൾ സ്വന്തം ജാതകം നോക്കുക. അപ്പൊ ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നടക്കും. ഇത്തരത്തിലുള്ള വീഡിയോകൾ, ചെറിയ ടിപ്സ് ആയിട്ടുള്ള വീഡിയോകൾ മാത്രമല്ല, നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വളരെ വിശദമായിട്ട് എങ്ങനെ ബലം എടുക്കാം, എങ്ങനെ പ്രശ്നം നോക്കുന്നത് എങ്ങനെ ജാതകം നോക്കുന്നത് എങ്ങനെ മുഹൂർത്തം നോക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിശദമായ വീഡിയോകൾ ഈ ചാനലുണ്ട്. അപ്പൊ നിങ്ങൾ പോയിട്ട് ആ വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ കാണുക. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്തീശ്വരായ നമഃ.